ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളെ ഓണ പരീക്ഷ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് ഫിസിക്സിൽ 35+ മാർക്ക് ഉറപ്പിക്കണം, അല്ലെങ്കിൽ ഫുൾ മാർക്ക് ഉറപ്പിക്കണം. ഇതാ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൂടെ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് പഠിക്കേണ്ട കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ഇതാ സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ ശബ്ദ തരംഗങ്ങളാണ്. ഇതിൽ നിങ്ങൾ ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡ് വേവും അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും തമ്മിലുള്ള വ്യത്യാസം നന്നായിട്ട് പഠിച്ചു വെച്ചോ. അതെങ്ങനെ വരിക, കുറേ പോയിന്റ്സ് ഇങ്ങനെ തരും, അതിൽ വേർതിരിച്ച് ചെയ്താനായിരിക്കും അധികവും വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഡയറക്റ്റ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇങ്ങനൊരു വേവ് തരും, ഇങ്ങനൊരു തരംഗം തരും, എന്നിട്ട് നിങ്ങളോട് പറയും ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയതി കാണാൻ പറയാം, ചിലപ്പോൾ വേവ് ലെങ്ത് അഥവാ തരംഗദൈർഘ്യമാവാം, ഫ്രീക്വൻസി അഥവാ ആവൃത്തിയാവാം, അല്ലെങ്കിൽ സ്പീഡ് അഥവാ വേഗമാവാം. ഇതിൽ ഏതെങ്കിലും ഒരു സാധനം എന്തായാലും എക്സാമിന് വരും. 100%, 110% ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ. യെസ്, അടുത്തൊരു ചോദ്യം, ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി, ശ്രവണ പരിധിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം വരാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്കറിയാം 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെ, അല്ലെങ്കിൽ 20,000 ഹെർട്സ് വരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ശബ്ദം കേൾക്കാൻ പറ്റുക. ശബ്ദത്തിന്റെ ഫ്രീക്വൻസി ആവൃത്തിയൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലൈവിൽ പറയുകയും ചെയ്യാം കേട്ടോ. യെസ്, അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, യൂസ് ഓഫ് അൾട്രാസോണിക് വേവ് അല്ലെങ്കിൽ അൾട്രാസോണിക് തരംഗത്തിന്റെ ഉപയോഗങ്ങൾ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങളോട് യൂസ് ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആൻഡ് റെസൊണൻസ്, അല്ലെങ്കിൽ നമുക്കറിയാം പ്രണോദിത കമ്പനത്തിന്റെയും അനുനാദത്തിന്റെയും യൂസ് എവിടേക്കാണ് വരിക എന്നുള്ള കാര്യങ്ങൾ ചോദിക്കും, ഉറപ്പായിട്ട് ചോദിക്കും കേട്ടോ. യെസ്, അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ സീസ്മിക് വേവ്, സീസ്മിക് തരംഗങ്ങളെ കുറിച്ചുള്ള ചോദ്യമായിരിക്കും. ഒന്നെങ്കിൽ സീസ്മിക് വേവിനെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു ശാഖനെ വിളിക്കുന്ന പേര് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് സീസ്മിക് വേവ്സ്. നിങ്ങൾക്ക് അറിയാം അല്ലേ, എന്താണ് സീസ്മോളജി എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഈ എർത്ത് ക്വേക്കിന്റെ അല്ലെങ്കിൽ ഭൂകമ്പത്തിന്റെ തീവ്രത ഇന്റൻസിറ്റി അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയില്, ആ സ്കെയിൽ എന്ത് സ്കെയിലാണ്, റിക്ടർ സ്കെയിൽ അറിയുന്ന കാര്യമാണ്. ഈ ഒരു സാധനം ഈ ഭാഗത്ത് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അടുത്തൊരു ചോദ്യം, എക്കോ റിലേറ്റഡ് പ്രോബ്ലംസ് അല്ലെ, പ്രതിധ്വനിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. നിങ്ങൾക്കറിയാം ഒരാൾ എന്ത് ചെയ്തു, ഒരാൾ ഒരു പടകം പൊട്ടിച്ചു, അപ്പോൾ ഒരു സൗണ്ട് ഉണ്ടായി, ഒരു ശബ്ദം ഉണ്ടായി. ആ ശബ്ദം ഇങ്ങനെ പോയിട്ട് എവിടെയോ ഒന്ന് പോയി തട്ടിയിട്ട് എന്ത് ചെയ്തു, തിരിച്ചു വന്നു. അധികവും ഒരു 99.99% ചോദ്യം എങ്ങനെയായിരിക്കും അറിയോ, ഇവിടെ നിന്ന് ആ തട്ടിയ സ്ഥലത്തേക്ക് എത്ര ദൂരമുണ്ട് എന്ന് കാണാനായിരിക്കും അല്ലെ. ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, D=V×T/2 ആണ്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പ്രോബ്ലം ചെയ്യേണ്ടത്. യെസ്, അടുത്തൊരു ചോദ്യം, റിലേഷൻ ബിറ്റ്വീൻ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി എഴുതി വെച്ചോ. ആവൃത്തിയും തരംഗദൈർഘ്യവും തമ്മിലുള്ള ബന്ധം എക്സാമിന് ചോദിച്ചിരിക്കും, എക്സാമിന് എന്തായാലും എന്ത് ചെയ്യും, ചോദിച്ചിരിക്കും കേട്ടോ. അടുത്തൊരു ചോദ്യം, ലെൻസ് ഫോർമുല, ലെൻസ് സമവാക്യം. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ലെൻസ് ഫോർമുല അല്ലെങ്കിൽ ലെൻസ് സമവാക്യം. നിങ്ങൾക്കറിയാം 1/f = 1/v - 1/u. ഇതിലെന്താ ചോദിക്കാറിയോ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫോക്കൽ ലെങ്ത്, ഫോക്കസ് ദൂരം അല്ലെ, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, വസ്തുവിലേക്കുള്ള ദൂരം തരും. ഇമേജ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം ചോദിക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. ഇത് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ UF-ഉം അല്ലെ, ഇതിലേതെങ്കിലും ഒന്ന് കാണാൻ, രണ്ടെണ്ണം തരും, മൂന്നാമത്തെ കാണാനായിരിക്കും ചോദിക്കുക. ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സംഭവം ഇമേജ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിബിംബത്തിലേക്കുള്ള ദൂരം കാണാൻ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. യെസ്, അടുത്തത് റേ ഡയഗ്രാം. മക്കളെ, ഒരു കോൺവെക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ റേ ഡയഗ്രാം പഠിച്ചിട്ടുണ്ട്, കോൺകേവ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള റേ ഡയഗ്രാം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ലേ, ഈ ഒരു കോൺവെക്സ് ലെൻസിങ്ങനെ വെച്ചിട്ട് ഇത് ഒപ്റ്റിക് സെന്റർ ആണ് അല്ലെ, പ്രകാശിക കേന്ദ്രമാണ്, ഇത് F ആണ്, നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ ഇത് 2F ആണ്, ഇത് 2F ആണ്. യെസ്, ഓക്കെ, ഇത് 2F ആണ്. എന്നിട്ട് ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തു ഇവിടെ വെച്ചാൽ എവിടെയാണ് ഇമേജ് ഉണ്ടാവുക, എവിടെയാണ് പ്രതിബിംബം ഉണ്ടാവുക, ആ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ, സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. റേ ഡയഗ്രാം വെരി ഇമ്പോർട്ടൻറ്റ്. യെസ്, അടുത്തൊരു കാര്യം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലെൻസ് അല്ലെങ്കിൽ ടേംസ് റിലേറ്റഡ് ടു ലെൻസ്. യെസ്, അപ്പോൾ നമുക്ക് ടേംസ് റിലേറ്റഡ് ടു ലെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ലെൻസുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ആളുകൾ. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒപ്റ്റിക് സെന്റർ അല്ലെ, ഒപ്റ്റിക് സെന്റർ പ്രകാശിക കേന്ദ്രം, അല്ലെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചർ വക്രതാ കേന്ദ്രം, അതുപോലെ ഒപ്റ്റിക് ആക്സിസ് പ്രകാശിക അക്ഷം അപ്രേച്ചർ അല്ലെ. ഈ നാലെണ്ണം മാർക്ക് ചെയ്ത് വെച്ചോ. ഇതായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉറപ്പാണ്, എക്സാമിന് ഉറപ്പാണ് കേട്ടോ. ആ ഡെഫിനിഷൻ അടക്കം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചേക്കണം കേട്ടോ. യെസ്, അപ്പോൾ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും തമ്മിലുള്ള വ്യത്യാസം അല്ലെ, കാണാൻ എന്ത് വ്യത്യാസമാണ് ഇവർ തമ്മിലുള്ളത് എന്നൊരു സാധനം കൂടി മക്കൾ എന്ത് ചെയ്യണം, എന്തായാലും പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, യെസ്, അടുത്തൊരു കാര്യം, മൈക്രോസ്കോപ്പ്. ടെലിസ്കോപ്പ്, മൈക്രോസ്കോപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താണ്, മൈക്രോസ്കോപ്പാണ് കേട്ടോ. മൈക്രോസ്കോപ്പ് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതും എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. യെസ്, അതേപോലെ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഒരു പ്രിസം ഇങ്ങനെ തന്നിട്ട് ആ പ്രിസത്തിൻ്റെ മുകളിലേക്ക് ഒരു വൈറ്റ് ലൈറ്റ് ധവളപ്രകാശം തട്ടിച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, 7 കളറായിട്ട് മാറുന്നൊക്കെ നമുക്കറിയാം. അതിൽ ഈ കളർ ഏതാണൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്.
അല്ലെ? ഇനി എന്തുകൊണ്ടാണ് ഈ കളർ റെഡാണ് മുകളിൽ വരെ നമുക്കറിയാം, ചുവപ്പാണ് അല്ലെ? എന്തുകൊണ്ട് ചുവപ്പ് മുകളിൽ വന്നു, എന്തുകൊണ്ട് വയലറ്റ് താഴെ വന്നു എന്നൊക്കെ എക്സാമിൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, വൈദ്യുത കാന്തിക സ്പെക്ട്രം. മക്കളെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 പോയിന്റാണ്. നമുക്ക് വിറ്റാമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? അൾട്രാ വയലറ്റ് ആണ്. അതേപോലെ തന്നെ നമ്മൾ സൂര്യപ്രകാശത്തിൽ അല്ലെ സൺലൈറ്റ് നമ്മൾ കൊള്ളുന്ന സമയത്ത് നമുക്കൊരു ചൂട് അനുഭവപ്പെടാറുണ്ട് അല്ലേ? ഈ ചൂടിന് കാരണം എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് റേസ് ആണ് അല്ലെ? ഇൻഫ്രാറെഡ് ആണ് അതിന് കാരണക്കാരൻ. ഇത് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ കുറേ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള, എന്തായാലും ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് സാർ പറഞ്ഞത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ലൈവുമായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് അടിപൊളിയായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരാൻ വേണ്ടി മാത്രം ഇന്ന് ഇപ്പോൾ ശനിയാഴ്ചയാണ്, ഇന്ന് 7 മണിക്കും അതേപോലെ നാളെ ഞായറാഴ്ച 7 മണിക്കും അതുപോലെ തിങ്കളാഴ്ച രാവിലെ 6 മണിക്കും നമ്മൾ ഈ ഒരു ചാനലിൽ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ലൈവുകൾ മാത്രം കണ്ടു കഴിഞ്ഞാൽ മതി. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് A+ അല്ല ഫുൾ മാർക്ക് എന്ത് ചെയ്യാണ്, ഉറപ്പ് തരികയാണ്. എല്ലാവരും കൃത്യസമയത്ത് എന്ത് ചെയ്യുക, ലൈവിലേക്ക് എത്തുക. ഞാനുണ്ടാവും, നിങ്ങളുടെ സ്വന്തം പ്രിയപ്പെട്ട മനസ്സാറും എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലൈവിൽ കാണാം. ബൈ.